ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മൾ പുറത്തോട്ട് പോകാൻ പോവാണേ. പുറത്തോട്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് പുറത്തോട്ടാകുമ്പോൾ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ഇത് നമുക്ക് സൺസ്ക്രീൻ ഇടാം. എൻ്റെ കയ്യിരിക്കുന്നത് ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീമാണേ. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള സൺസ്ക്രീൻ അപ്പം നിങ്ങളുടെ കയ്യിലുള്ള സൺസ്ക്രീൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഏത് സൺസ്ക്രീമാണ് നല്ലതെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം സൺസ്ക്രീൻ ഇടാം. തീർന്നു കേട്ടോ. ഓക്കെ, ഇതിനെന്തോ ഒരു കുഴപ്പമുണ്ട്, ചാടിപ്പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഇടുന്നതിന് ഏറ്റവും നല്ലത്. കുറച്ച് ഇടുന്നതൊക്കെ ഭയങ്കര പാടും. അപ്പോൾ സൺസ്ക്രീൻ ഇട്ടു. ഇനി നമ്മൾക്ക് വേറെ സാധനം വൈറ്റ് ഓൺ ഞാൻ വൈറ്റ് ഓൺ ഇടുന്നത്. ഇതിപ്പോൾ തീരാറായിട്ടാണ് എടുക്കുന്നുള്ളൂ. വെളുത്ത് പാറണ്ട. ഓ, ഞാൻ തേച്ച് പിടിക്കാം. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പൗഡർ മാത്രം ഇട്ടാൽ മതി. വേറെ സാധനങ്ങളൊന്നും ഇടണ്ട. നമ്മൾ പുറത്തോട്ടല്ലേ പോകുന്നത്, അല്ലാണ്ട് ദൂരെയൊന്നും അല്ലല്ലോ. ജസ്റ്റ് ഒന്ന് നടക്കാൻ പോകാം. അപ്പോൾ കുറച്ച് ഡാസ്ലറിൻ്റെ ആണ് ടാൽക്കൺ പൗഡർ. ഓക്കെ, നന്നായിട്ട് മാച്ചിട്ട് പോകണേ, അല്ലെങ്കിൽ ആൾക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കും അല്ലേ? ഓ, പിന്നെ എന്തോരം ആൾക്കാരല്ലല്ലോ നമുക്ക് ചിലവ് തരുന്നല്ലേ. നമ്മൾ പൗഡർ മോന്തയ്ക്ക് ഇട്ടിട്ട് പോയാലും മോന്തയ്ക്കിടാതെ പോയാലും ആൾക്കാർക്ക് എന്താ? യെസ്, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കണ്ണെഴുതാം. പണ്ട് ഞാൻ കണ്ണ് എഴുതിക്കൊണ്ടിരുന്നത് കണ്ണിൻ്റെ മുകളിലും താഴെ എഴുതുമല്ലേ. ഇപ്പം മുകളിൽ മാത്രമേ എഴുതുള്ളൂ. അതിനൊരു കാര്യമുണ്ടേ, എൻ്റെ അമ്മയാണ് കാരണം. പണ്ട് ഞാൻ ഈ കണ്ണൊക്കെ എഴുതിക്കൊണ്ട് പോകുമ്പോൾ ആൾക്കാർ അമ്മയോട് പറയുമെന്ന്, നിൻ്റെ മോളെ കാണാൻ അഹങ്കാരി പോലെ ഉണ്ട്. ആർക്കും മിണ്ടത്തില്ല എൻ്റെ മോള്, പക്ഷെ നിൻ്റെ മോളെ കാണാൻ അഹങ്കാരി പോലെ ഉണ്ട്, അഹങ്കാരി ലുക്കാണ് എന്നാണ് അമ്മയോട് പറഞ്ഞത് എന്നെക്കുറിച്ച്. സോ അന്നെന്ന് പറയുവാണെങ്കിൽ എനിക്ക് നാക്കൊന്നുമില്ലായിരുന്നു. ഞാൻ ആർക്കും അങ്ങനെ സംസാരിക്കാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ആവശ്യത്തിന് ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അഹങ്കാരി ലുക്ക് എൻ്റെ കണ്ണിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മുകളിൽ മാത്രം എഴുതുന്നുള്ളൂ, അടിയിലെഴുന്നില്ല. അതിനുശേഷം ഞാൻ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ അടിയിലത്തെ കണ്ണും കൂടെ എഴുതി കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ മുകളിൽ മാത്രം എഴുതിയാൽ മതി. പക്ഷേ ഇവിടെ വാലിടുമ്പോൾ അവിടെ വാല് പറയും, അവിടെ വാലിടുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ വാലിടുന്നത് ചിലർക്ക് ഇഷ്ടമല്ല. അവരുടെ ഇഷ്ടം നോക്കണ്ട. പക്ഷേ വാലിടുന്നതിൻ്റെ റിസൺ എന്ന് വെച്ചാൽ ഒന്ന് വരച്ച് വാലില്ലാണ്ടാക്കും, മറ്റൊന്ന് നന്നായിട്ട് വാലാക്കും. എനിക്ക് അതായത് രണ്ടും കൂടെ ഒരു വാലാക്കി വരയ്ക്കുന്നത്. നമുക്ക് കമ്മലിടാം. ഇതെൻ്റെ അനിയത്തിയുടെയാണ് കേട്ടോ, അവളെനിക്ക് തന്നതാണ്, അല്ലാണ്ട് ഞാൻ മുക്കിക്കൊണ്ട് വന്നല്ല. അപ്പം ഈ ഒരു വാച്ച് കൂടെ എൻ്റെ ഗ്ലാസ് പൊട്ടി. പിന്നെ എനിക്ക് മുടിയില്ലാത്തതുകൊണ്ട് ഹെയർ സ്റ്റൈൽ എങ്ങനെയെങ്കിലുമൊക്കെ കുത്തി വെക്കാം അല്ലേ. പിന്നെ ഞാൻ ലിപ് ബാം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ബീട്രൂട്ടിൻ്റെ ലിപ് ബാമാണേ, പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പോയിട്ട് വരാം, ബൈ.